10 സെക്കൻഡോട് ചെയ്യോ? എന്നാ ഞാനൊരു 1 2 3 ഇത് 3 പീസ് എടുക്കുകയാണ്. ഇതൊരു 30 സെക്കൻഡോട് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, സ്റ്റാർട്ട്. ഇത് നമ്മൾ ഫോർവേഡ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ ഫോർവേഡ് ചെയ്തൊന്നല്ല, അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പീഡാണ്. അതാണ്. ഒന്ന് കഴിഞ്ഞാ 10 സെക്കൻഡ് ആയിട്ടില്ലല്ലോ. അടുത്തത് രണ്ടാമത്തെ എടുത്തു. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് യേശുദാസ് സാറിന്റെ ആ ഒരു മുഖചിത്രം നമ്മൾ ഈ ഒരു ബോർഡിൽ വരാൻ പോവാണ് കേട്ടോ, അല്ലേ? അതാണ്. ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് തൃശ്ശൂർ കൊട്ടേക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. ഞാനിന്ന് ഇവിടെ ഒരു മിടുക്കനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ട റുബിക്സുകളുടെ ഒരു ലോകം. ഇവിടെ നോക്കിയേ, എന്താണ് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ട് പോണു അല്ലേ? അപ്പൊ എന്താണ് പേര് പറഞ്ഞു മോന്റെ? അദ്വൈത്. അപ്പൊ അദ്വൈതിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ തൃശ്ശൂർ എത്തിയിരിക്കുന്നത്. ഇവിടെ നോക്കിയ ഈ റുബിക്സുകളുടെ ഒരു ലോകം. അതായത് ഈ റുബിക്സിൽ നമ്മുടെ മുഖചിത്രങ്ങൾ വരച്ചിട്ട് റെക്കോർഡുകൾ ഇങ്ങനെ വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അതാണ്. എത്ര വയസ്സായി? എനിക്കിപ്പോ 14 വയസ്സ്. 14 വയസ്സിലാണ് ഇതുപോലെ ഈ ഒരു റുബിക്സിൽ ഒരുപാട് മുഖചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര ആളുകളുടെ മുഖചിത്രങ്ങൾ ഇങ്ങനെ ഞാനിപ്പോ 75 പോർട്രേറ്റിന്റെ മീതകൾ ചെയ്തിട്ടുണ്ട്. എത്ര വർഷമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ലോക്ക്ഡൌൺ പീരീഡിലാണ് പോർട്രേറ്റുകൾ ഉണ്ടാക്കി തുടങ്ങിയത്. റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ പഠിച്ചത് ഞാൻ 7 വയസ്സിലാണ്. 7 വയസ്സിൽ തുടങ്ങിയതാണ്. ഇപ്പൊ വയസ്സ് എത്രയെന്ന് പറഞ്ഞേ? എനിക്കിപ്പോ 14 വയസ്സ്. 14 വയസ്സിൽ ചെയ്തു കൂട്ടുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. ഇതിലിപ്പോ എത്ര റുബിക്സുകൾ ഉണ്ട്? ഒരു 900 ക്യൂബ് ഉണ്ടോ? 900 ക്യൂബുകൾ ഉണ്ട്. ഇതൊക്കെ എന്താ വായിച്ച്? ഇതെന്റെ അച്ഛനും എന്റെ അച്ഛന്റെ ഫ്രണ്ട്സും വാങ്ങി തന്നതാ. ഞാൻ ഇത് ചെയ്യണ അറിഞ്ഞു. അതെ, ഇത് വാങ്ങിച്ചിട്ട് കുറയാ? ഇത് വാങ്ങിച്ചിട്ട് about 2 months. ഇപ്പൊ ഞാൻ കേറുന്ന സമയത്ത് എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? ഞാൻ ഇപ്പൊ ഒരു ഡബിൾ സൈഡഡ് പോർട്രേറ്റ് ആണ് ഉണ്ടാക്കണേ. ഇത് ആദ്യത്തെയാണ് കേരളയിൽ ഉണ്ടാക്കണേ. അതായത് കേരളത്തിൽ ഇത് ആരും ചെയ്തിട്ടില്ല. ഡബിൾ സൈഡ് അല്ലേ? ഡബിൾ സൈഡ് പോർട്രേറ്റ്. ഇവിടെ വൈറ്റ് കളറ്, വൈറ്റ് കളറില് ആ ഭാഗത്ത് യെല്ലോ കളറില്. അപ്പൊ അതിന്റെ പണിപ്പുരയിലാണ് ഇപ്പൊ ഞാൻ വന്ന് നോക്കുമ്പോൾ. അപ്പൊ നമുക്ക് ഇതാണ്ട് പൂർത്തിയാക്കിയാലോ? ഇത് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ചിത്രം കൂടി ഉണ്ടാക്കി തരണം. ആരുടെ ചിത്രമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്? അതെ, ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് യേശുദാസ് സാറിന്റെ ആ ഒരു മുഖചിത്രം നമ്മൾ ഈ ഒരു ബോർഡിൽ വരാൻ പോവാണ് കേട്ടോ, അല്ലേ? അതാണ്. നമുക്ക് ഇത് തുടർന്നാലോ? ഓക്കെ. ഇത് ശരിക്കും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണോ? അല്ലല്ല, ഇത് ഞാൻ വേറൊരു പോർട്രേറ്റ് ഉണ്ടാക്കിയായിരുന്നു. രജനീകാന്ത് സാറിന്റെ ഒരു ന്യൂ മൂവി പോസ്റ്ററിന്റെ അതിന്റെ എല്ലാം അയച്ചു വെച്ചതാണ് ഈ കാണുന്നത്. പെട്ടല്ലേ? ഇതിപ്പോ ശരിക്കും കേരളത്തില് വേറെ ആരും ഇത് ട്രൈ ചെയ്തിട്ടില്ല എന്നല്ലേ പറഞ്ഞത്? 2 സൈഡ് അല്ലേ? ഒരേ പടം 2 സൈഡിലും വെച്ചിരിക്കുകയാണ്. 100 ക്യൂബിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ആരുടെ ഒരു മുഖചിത്രമാണ് നമുക്ക് ഈ ഒരു ബോർഡിൽ വരയ്ക്കാം? ഞാൻ യേശുദാസ് സാറിന്റെയാണ് ഇനി വരയ്ക്കാം. നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? അതിന് എത്ര ക്യൂബ് കൊണ്ട് ഏകദേശം? 300 ക്യൂബ് ഉണ്ട്. 300 ക്യൂബ് കൊണ്ട് അല്ലേ? ഒരു ക്യൂബ് എത്ര മിനിറ്റിന്റെ ഉള്ളിൽ സോൾവ് ചെയ്യാൻ പറ്റും? 10 സെക്കൻഡാ? എന്നാ ഞാനൊരു 1 2 3 ഇത് 3 പീസ് എടുക്കുകയാണ്. ഇതൊരു 30 സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, സ്റ്റാർട്ട്. ഇത് നമ്മൾ ഫോർവേഡ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ ഫോർവേഡ് ചെയ്തൊന്നല്ല, അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പീഡാണ്. അതാണ്. ഒന്ന് കഴിഞ്ഞാ 10 സെക്കൻഡ് ആയിട്ടില്ലല്ലോ. അടുത്തത് രണ്ടാമത്തെ എടുത്തു. ഒരു മിഷീനിട്ട് കറക്കുന്ന പോലെ സ്പീഡ്.
10 സെക്കൻഡ് പറഞ്ഞ് 10 സെക്കൻഡ് ആയിട്ടില്ല, ആകെ ഒരു 20 സെക്കൻഡ്സ് ആയിട്ടു 3 സെറ്റ് ചെയ്യാൻ. 3 സോൾവ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരിക്കുകയാണല്ലേ. അപ്പൊ അദ്വൈതിന്റെ അമ്മ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും അദ്വൈത് എത്രയിലാ പഠിക്കുന്നത് ഇതുവരെ ചോദിച്ചില്ല. എത്രയാ ശരിക്കും അദ്വൈത് പഠിക്കുന്നത്? അദ്വൈത് 10th-ലാണ് പഠിക്കുന്നത്. ശരിക്കും മോനെ ഇതുപോലെ ചെറുപ്പം മുതലേ ഒരു കലാവാസന ഉണ്ടോ? അദ്വൈത് ശരിക്കും ഒരു 7 വയസ്സൊക്കെ ആയിരിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും എക്സ്ട്രീം ആയിട്ട് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് സത്യം പറയാൻ വെച്ചാൽ ലോക്ക്ഡൌൺ ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. അതെ അതെ. അപ്പൊ ഒരു അദ്വൈതിന് 14 വയസ്സായപ്പോഴാണ് സത്യം പറയാൻ വെച്ചാൽ 7 വയസ്സ് 8 വയസ്സിൽ സോൾവ് ചെയ്തിരുന്ന ഒരു കാര്യം ഇത്രയും ഇൻട്രസ്റ്റോട് കൂടി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്രയും സ്പീഡിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞങ്ങളൊരു 7 കൊല്ലത്തിന് ശേഷമാണ് സത്യം പറയാൻ അറിയുന്നത്. ഈ പിക്ചർ മുന്നേ നമ്മൾ വരച്ചു കൊണ്ടുവരുന്നതാണോ? ഞാൻ ഉണ്ടാക്കിയതാണ്. അതെ. അപ്പൊ നമുക്കെന്നാ സെറ്റ് ചെയ്താലോ? 300 ക്യൂബ് ഉപയോഗിക്കേണ്ടി വരും അല്ലേ? ഇതുവരെ എത്ര ആളുടെ ഇതേമാതിരി പിക്ചർ സെറ്റ് ചെയ്തിട്ടുണ്ട്? ഞാൻ ഇതുവരെ ഇപ്പൊ അബൌട്ട് 75 പോർട്രേറ്റ്സ് ചെയ്തിട്ടുണ്ട്. അതെ. പ്രശസ്തരായ പലരുടെയും ഒരുപാട് ആളുകള് പ്രശംസിച്ചിട്ട് വിളിക്കുകയൊക്കെ ചെയ്തു തോന്നുന്നു അല്ലേ? ആരൊക്കെ വിളിച്ചിട്ടുണ്ട് ശരിക്കും? എന്നെ ഞാൻ മഞ്ജു വാര്യർ മാമിന്റെ അടുത്ത് വിളിച്ച് സംസാരിച്ചായിരുന്നു, സംയുക്ത വർമ്മ മാമിന്റെ അടുത്ത് സംസാരിച്ചായിരുന്നു, IM വിജയൻ സാറിന്റെ അടുത്ത് സംസാരിച്ചായിരുന്നു, പിന്നെ രജനീകാന്ത് സാറിന്റെ വോയിസ് മെസ്സേജ് എനിക്ക് കിട്ടിയായിരുന്നു, മാധവൻ സാറിന്റെ വോയിസ് മെസ്സേജ് എനിക്ക് കിട്ടിയായിരുന്നു. പിന്നെ എനിക്ക് ഓൾസോ ലൂയിസ് ഹാമിൽട്ടൺ എന്ന് പറഞ്ഞൊരു കാർ റേസറിന്റെ ഇന്ന് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയായിരുന്നു. മെർസിഡീസ് ടീം എനിക്ക് US അയച്ചു തന്നത്, ബ്രിട്ടനിന്ന്. അവരുടെ ഒക്കെ ഇതേമാതിരി മുഖചിത്രങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബോർഡിന്റെ മുകളിൽ അല്ലേ? എന്നിട്ട് അവർക്ക് അയച്ചു കൊടുത്തതാണോ? അതെ. എന്തൊക്കെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്? എനിക്ക് ടോട്ടൽ 5 റെക്കോർഡ്സ് ഉണ്ട് ഞാനിപ്പോ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒരു URF ഏഷ്യൻ റെക്കോർഡ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഒരു അറേബ്യൻ വേൾഡ് റെക്കോർഡ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, 2 ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സും പിന്നെ ഒരു ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡും ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ അടുത്ത് നമ്മളൊരു ഗിന്നസ് റെക്കോർഡൊക്കെ നേടണ്ടേ? എന്താണ് ഒരു ആഗ്രഹം? എന്താണ് ഇതിന്റെ? എനിക്ക് ശരിക്കും പറഞ്ഞ ആഗ്രഹം എന്ന് പറഞ്ഞാൽ സ്പീഡ് ക്യൂബിങ്ങിൽ എനിക്ക് ഇന്ത്യനെ US ലൈക്ക് നാഷണൽസിൽ പോയിട്ട് ഇന്റർനാഷണൽ മാച്ചസിൽ കളിക്കണം എന്ന്, ഇന്ത്യൻ്റെ ഇത് ഒരു പ്ലെയർ ആയിട്ട്. പിന്നെ എനിക്ക് എല്ലാ പ്രസിഡന്റ്സിന്റെയും ഇന്ത്യയിലത്തെ പോർട്രേറ്റ് ഉണ്ടാക്കണം എന്നാണ് പിന്നെ ആഗ്രഹം. പിന്നെ ദിവസം ഇതിന്റെ മുകളിൽ ഇരിക്കോ? ദിവസം എല്ലാ നേരം ഇരിക്കും. ഫ്രീ ടൈമിലൊക്കെ ക്യൂബിന്റെ പേര്. അതെ. അപ്പൊ നമ്മുടെ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. വേറെ കളികളോ കാര്യങ്ങളോ ഗെയിമോ ഒന്നുമില്ല. ഇന്നത്തെ പിള്ളേരൊക്കെ എന്താ ചെയ്യുന്നത് അറിയോ? കുറച്ച് ടൈം ഇട്ട് കഴിഞ്ഞാ ഫോണിന്റെ മുകളിൽ ഗെയിം അല്ലേ? ഗെയിമുകൾ കളിക്കാറുണ്ടോ? അതിനൊന്നും നമുക്ക് ടൈം കിട്ടാറില്ല അല്ലേ? 300 ക്യൂബ് വേണ്ടി വരും അല്ലേ? 300 ക്യൂബിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞു. അപ്പൊ ഇതാ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ 300 ക്യൂബ് കൊണ്ട് യേശുദാസ് സാറിന്റെ ഇതാ അമോക്ക ചിത്രം ഇതാ ഈ ഒരു 300 ക്യൂബില് തെളിഞ്ഞിരിക്കുകയാണ്. ഭയങ്കര പുലിയാട്ടാ. ഇത് ശരിക്ക് ഇങ്ങനെ ഒരു ചിത്രം നിർമ്മിക്ക എന്ന് നമ്മുടെ മനസ്സിൽ തോന്നാൻ കാരണം എന്താ? ഞാൻ ആദ്യം കുറച്ച് യൂട്യൂബ് വീഡിയോസിൽ 1-2 പേര് ചെയ്യണ കണ്ടായിരുന്നു. ഒരു ഗ്രൂപ്പായിട്ട് അവര് ചെയ്യാറ്. ഗ്രൂപ്പായിട്ടാണ് ചെയ്യുന്നത്, അല്ലാണ്ട് ഒറ്റയ്ക്ക് ഒരാൾ അങ്ങനെ ഞാൻ ചെയ്യണ കണ്ടിട്ടില്ല. അത് നമ്മുടെ ഇന്ത്യയിലൊന്നല്ല, പുറത്ത് രാജ്യങ്ങളിൽ. അപ്പൊ ഞാൻ അത് കണ്ടപ്പോ എന്താ എനിക്കൊന്ന് ചെയ്ത് നോക്കിയാലും കുഴപ്പമില്ലല്ലോ. ഞാൻ എന്റെ 300 ക്യൂബ് ഉണ്ടായി അന്നാള് സ്പീഡിൽ ചെയ്യണേന്.
അപ്പൊ അത് വെച്ച് ഒന്നെല്ലാം കൂടി ഒന്ന് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും കല്യാണ ഫോട്ടോ വെറുതെ ചെയ്യാൻ പറ്റുമോ നോക്കിപ്പോ തെറ്റി നോക്കി ആദ്യം അച്ഛൻ്റെ അമ്മൻ്റെ ചെയ്തിരുന്നത് ആണ്. അതാണ്. അദ്വൈതിന് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും ഉണ്ട്. അപ്പൊ അതിൽ പോയി കഴിഞ്ഞാൽ അദ്വൈത് ചെയ്യുന്ന വീഡിയോസ് കാണാം. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ വേൾഡ് റെക്കോർഡിനൊക്കെ മത്സരിക്കാൻ പോകുന്ന ഒരാളാണ്, അതിലൊരു സംശയമില്ല. കാരണം ഒരു ഫോട്ടോ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതേമാതിരി നിർമ്മിക്കുകയാണ്. നമ്മുടെ സുഹൃത്തുക്കളോട്, ഈ വീഡിയോ കാണുന്നവരോട് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ നമ്മൾക്ക് ഒരു സാധനത്തെ ഗ്രോ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? അതാണ് നമ്മുടെ അദ്വൈതിന് പറയാനുള്ളത്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ഇടി.